അനുഭവിക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനമാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ കരുതലാണ്. നമ്മളൊരു വിശ്വാസി അല്ലെ ക്രിസ്ത്യാനിയാണ് അല്ലെ കത്തോലിക്കനാണ് പറഞ്ഞിട്ടല്ല കാര്യം. ഇതിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് എൻ്റെ മേൽ കർത്താവിന്റെ കരം ഉണ്ടോ, എൻ്റെ മേൽ കർത്താവിന്റെ സ്പർശനം ഉണ്ടോ. Praise the Lord. Hallelujah. എൻ്റെ മേൽ വന്നു. എല്ലാവരും പറഞ്ഞു കർത്താവിന്റെ കരം എൻ്റെ മേൽ വന്നു. കർത്താവിന്റെ കരം എൻ്റെ മേൽ വന്നു. എല്ലാവരും പറഞ്ഞു കർത്താവിന്റെ കരം, കർത്താവിന്റെ കരം, കർത്താവിന്റെ കരം. അതിന്റെ അർത്ഥം എന്താണ്? കർത്താവിന്റെ കൂടെയുണ്ട്. കർത്താവ് എന്നോട് കൂടെയുണ്ട്. എന്നോടൊപ്പം മാത്രമല്ല, അവൻ എന്നിൽ വസിക്കുന്നു, അവൻ എന്നിൽ ജീവിക്കുന്നു, അവന്റെ വാസസ്ഥലമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മറ്റു മതക്കാരും നമ്മളും തമ്മിലുള്ള ഒറ്റ വ്യത്യാസമാണ് പ്രധാനപ്പെട്ടത്. അവരുടെ ദൈവം പുറത്ത് വസിക്കുന്നു, നമ്മുടെ ദൈവം അകത്ത് വസിക്കുന്നു. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. പ്രൊഫസർ എന്നോട് മറ്റു മതസ്ഥരോട് പ്രൊഫസറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞു, അതായത് നിങ്ങളുടെ ദൈവം പുറത്ത് ജീവിക്കുന്നു, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു. God is inhabited in the heart of a human. മനുഷ്യന്റെ ഹൃദയത്തിൽ അവൻ വസിക്കുന്നു. ഹല്ലേലൂയ. ഐക്യപ്പെടുന്നത് ആദ്യത്തെ എന്താണ്? ദൈവം എൻ്റെ കൂടെയുണ്ട്. രണ്ട്, ദൈവത്തിന്റെ ആത്മാവിനാലാണോ ഞാൻ നയിക്കുന്നത്? Am I led by the Holy Spirit? പരിശുദ്ധാത്മാവിനാലാണോ ഞാൻ നയിക്കപ്പെടുന്നത്? ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? മനസ്സിലാവുന്നവരെ കൈകൊണ്ടിച്ച് പ്രൈസ് ഗോഡ്. സഡൻലി, അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. എങ്ങോട്ട് നയിച്ചു? മരുഭൂമിയുടെ അവസ്ഥ എന്താണ്? വരണ്ട് കിടക്കുന്ന അവസ്ഥ, ജീവനില്ലാത്ത അവസ്ഥ, ചൂടുള്ള അവസ്ഥ. അതൊരു കംഫോർട്ട് സോൺ അല്ല, വളരെയധികം പ്രയാസമുള്ള ഒരു സോണാണ്, ഒരു പ്രദേശമാണ്. എന്ത്? ഡെസേർട്ട് അല്ലെങ്കിൽ മരുഭൂമി. ആരും ഉണ്ടാവില്ല, തനിച്ചിരിക്കണം, ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല. ഇപ്പൊ ഇവിടെ എസെക്കിയേൽ പ്രവാചകന്റെ മേൽ ദൈവത്തിന്റെ കരം വന്നു. അവൻ ദൈവത്തിന്റെ ആത്മാവിനാൽ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക് കൊണ്ടുപോയി. നിങ്ങളുടെ അവസ്ഥ ഇപ്പോഴുള്ളത് അസ്ഥികൾ മാത്രമേ ഉള്ളൂ. അതിന് ജീവനില്ല, പേശികളില്ല, രക്തമില്ല, യാതൊരുവിധ സംഭവമില്ല. വെരി ഡ്രൈ ബോൺസ്, വരണ്ട് കിടക്കുന്ന അസ്ഥികളുടെ അവസ്ഥ. ഹല്ലേലൂയ. ഇത് മാറ്റാൻ പോവുകയാണ്. അടുത്തിരിക്കുന്നവരെ തനിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോവുകയാണ്. സന്തോഷിക്കുന്നുണ്ട്. എന്റെ ജീവിതം മാറ്റം വരാൻ പോവുകയാണ്. ആരെങ്കിലും ഒന്ന് കർത്താവ് എന്ന് പറയാം, നാളെ നിനക്ക് മകനെ ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുമാത്രം സന്തോഷിക്കും? സന്തോഷിക്കൂ ഇല്ലേ? ലോട്ടറി അടിക്കുന്നു, ഇനി കിടന്ന് ഉറങ്ങി. സാധാരണ ഒരു എല്ലിട്ട് കൊടുക്കുവാണെങ്കിൽ പട്ടി എഴുന്നിട്ട് കടിക്കുകയല്ലേ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. ഇതൊന്നുമില്ല. അനേക വർഷങ്ങൾ കഴിഞ്ഞ ജീർണിച്ച അവസ്ഥയിലുള്ള ഡ്രൈ ബോൺസ്, ഒരു വരണ്ട അസ്ഥികൂടത്തിന്റെ അസ്ഥികൾ, അനേക അസ്ഥികൾ കിടക്കുന്ന താഴ്വരയുടെ ചുറ്റിനും ആരെ നടത്തി? എസെക്കിയേൽ എന്ന പ്രവാചകനെ നടത്തി. നിന്റെ സ്ഥലം, നിനക്കൊരു സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്തുകൂടെ ഒന്ന് നടക്കണം. ഹല്ലേലൂയ. നിനക്കൊരു വീടുണ്ടെങ്കിൽ ആ വീടിന് ചുറ്റും ഒന്ന് നടക്കണം. എന്നിട്ട് നോക്കണം നാല് വശത്തും എവിടേക്കാണ് ഡ്രൈ ബോൺസ് ഉള്ളത്, എവിടേക്കാണ് അസ്ഥികളുടെ അവസ്ഥയുള്ളത്. നിന്റെ ഭവനത്തിനെ തന്നെ നീ ഒന്ന് നോക്ക്. ഇപ്പോൾ ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. നീ ഒന്ന് നോക്ക്.
നീ നിന്നെ തന്നെ നോക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കിടക്കുന്ന ഒരു അവസ്ഥയാണ്, ഭയങ്കര ചൂടാണ്. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ മഴ പെയ്യാൻ പോകും. മഴ പെയ്യാൻ യാതൊരു ലക്ഷണവുമില്ല, ഒരു ലക്ഷണമില്ല, ഭയങ്കര ചൂട്. 2 മണിക്ക് പ്രാർത്ഥിക്കുന്നു, 4 മണിയായപ്പോഴത്തേക്കും ഇടിവെട്ടി മഴ. ഈ താഴ്വരയിൽ കൊണ്ടുപോയിട്ട് ആദ്യം കാണിക്കുകയാണ് ആ അസ്ഥികളുടെ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് നീ ഒന്ന് നോക്കുകയും പറ്റും. നിങ്ങളുടെ ഭവനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അവിടെ കിടക്കുന്ന അവസ്ഥയൊന്ന് നോക്കണം. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിന്റെ ചുറ്റും ഒന്ന് നടക്കണം. നിനക്ക് എത്രയൊക്കെ സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്തിലൂടെയൊക്കെ ഒന്ന് നടക്കണം. എന്നിട്ട് അതിന്റെ അവസ്ഥയൊന്ന് നോക്കണം. വീടിന്റെ ഉള്ളിൽ കയറിയിട്ടും അതിന്റെ അവസ്ഥ നോക്കണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുമാത്രം മിസ്റ്റേക്കുകൾ അവിടെയുണ്ട്, എന്തുമാത്രം കറക്ഷൻസ് അവിടെ ചെയ്യാനുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഹല്ലേലൂയ. അത് ഓരോന്നായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. പ്രൈസ് ഗോഡ്. ഇന്നത് മാറ്റണം, ഇന്നത് മാറ്റേണ്ടതാണ്. ഒരു സ്വിച്ച് മാറ്റണമെങ്കിൽ സ്വിച്ച് മാറ്റണം, കസേര മാറ്റാണെങ്കിൽ കസേര മാറ്റണം, സോഫ മാറ്റാണെങ്കിൽ എഴുതി വെക്കണം. അങ്ങനെ എല്ലാം എഴുതി വെക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ജീവിതത്തിന്റെ മേഖല, അത് ഭൗതികമായിട്ടാണ് ഞാൻ പറഞ്ഞത്. തന്റെ ജീവിതത്തിന്റെ മേഖലയുടെ അവസ്ഥ നോക്കുക. ഞാൻ എവിടെയാണ് മാറേണ്ടത്, ഏത് മേഖലയിലാണ് എൻ്റെ ജീവിതം മാറേണ്ടത് എന്ന് നോക്കുക. എനിക്ക് സ്നേഹമില്ലേ, എനിക്ക് സന്തോഷമില്ലേ, മറ്റുള്ളവർ വെറുപ്പാണോ, എപ്പോഴും ദേഷ്യം പറയുന്ന, ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവമാണോ, എനിക്കെന്താ ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കാത്തത്? അതെല്ലാം നിങ്ങൾ കടലാസിൽ എഴുതിയിരിക്കും. ആ ആവശ്യ മാറ്റം എങ്ങനെ, അത് ഓരോന്നോരോന്നായിട്ട് ആ മാറ്റം എങ്ങനെ സംഭവിക്കാമെന്ന് നമുക്കിന്ന് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം, പഠിക്കാം. ഹല്ലേലൂയ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തോ പറയുന്നു? എന്തോ പറയുന്നു? പറഞ്ഞു. എന്തോ പറയുന്നു? അയ്യോ, എന്തോ ചെയ്യാനാ, എന്തോ പറയാനാ? എൻ്റെ അവസ്ഥ ഇങ്ങനെ വർഷങ്ങളായി കിടക്കുക. കർത്താവിനെ തന്നെ കാണത്തില്ലേ, ഈ അവസ്ഥ മാറുകയില്ലോ. പിന്നെ എന്നോട് എന്തിനാ ചോദിക്കുന്നേ? എന്തൊരു ചോദ്യം അങ്ങോട്ട് അല്ലേ? വായിച്ചേ. ദൈവത്തിന്റെ വചന പ്രകാരം. ഹല്ലേലൂയ. അപ്പം നിന്റെ അസ്ഥിയായ മൂളയോട് നീ സംസാരിക്കണം.
ജീവൻ പ്രാപിക്കുക എന്ന് പറ. ഞാൻ നിക്ഷേപിക്കും. നീ ഡ്രൈ ബോൺസില്, ഈ വരണ്ട് കിടക്കുന്ന അസ്ഥികളില് ഞാൻ ജീവനെ കൽപ്പിക്കുന്നു, പ്രാണനെ നിക്ഷേപിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ ബാങ്ക് അക്കൗണ്ടിൽ കാലിയാണെങ്കിൽ, കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനോട് നിങ്ങൾ കൽപ്പിക്കുക. ഈ കൽപ്പന എന്ന് പറയുന്ന പ്രവചനം, നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ജീവനും ആത്മാവുമാണ്. യേശു പറഞ്ഞു, എന്റെ വചനം ജീവനും ആത്മാവുമാണ്. ജീവനും ആത്മാവിനും മരണം ഇല്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന ഏതൊരവസ്ഥയ്ക്കും മാറ്റമുണ്ടാകണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ കാലിന് ജീവൻ ഞാൻ കൽപ്പിക്കുന്നു, എന്റെ തലയിൽ ജീവൻ പ്രാപിക്കട്ടെ. ഞാൻ ജസ്റ്റ് ലൈഫ്, അതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞത് കർത്താവിന്റെ ജീവൻ എന്റെ അസ്ഥികളിലുണ്ട്. ഹല്ലേലൂയ. ഇവിടെ എസെക്കിയേലിന്റെ പ്രവചനം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ തലയിലേക്ക് കൈവച്ച് എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ അവസ്ഥകൾ പ്രവചിച്ച്, യെസ് പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ എന്റെ കുടുംബ ജീവിതത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ സാമ്പത്തിക ജീവിതത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ മനസ്സിൽ ജീവൻ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ ആത്മാവിൽ ജീവൻ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ ഭവനം ജീവൻ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ അവസ്ഥയുടെ മേൽ ജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. മനസ്സിൽ കണ്ടേ, എല്ലാ അസ്ഥികളും കൂടെ ഒരുമിച്ചങ്ങ് കൂടി പെട്ടെന്ന് ഞരമ്പുകൾ ഓരോന്നിലേക്ക് ഇങ്ങനെ ഉത്ഭവിച്ചു തുടങ്ങി. നിങ്ങൾ കാണുന്നുണ്ടോ? മനസ്സിലെന്ന് കണ്ടേ? ഞരമ്പുകളൊക്കെ വന്നു തുടങ്ങി. പിന്നെ എന്താ പറയാ, മാംസപേശി മാറി മറയാൻ പോവുകയാണ്, ജീവൻ പ്രാപിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന് എന്റെ ജീവിതത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. ജീവൻ പ്രാപിക്കട്ടെ. ഞാൻ വടക്കിനോട് കൽപ്പിക്കുന്നു, തെക്കിനോട് കൽപ്പിക്കുന്നു, കിഴക്കിനോട് കൽപ്പിക്കുന്നു, പടിഞ്ഞാറോട് കൽപ്പിക്കുന്നു. ജീവശ്വാസം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അത്ഭുതത്തെ സൃഷ്ടിക്കപ്പെടട്ടെ. എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിജയാളിയാകും. യേശുവിലൂടെ എന്നും വിജയാളിയാകും. ഹല്ലേലൂയ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ നീ രക്ഷോടത്തിലാണ്. നീ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത് നീ രക്ഷോടത്തില്ല. നീ വെറുതെ കളിക്കാനും പോയി മൊബൈൽ ഫോണും നോക്കിക്കൊണ്ട് ഇങ്ങനെ ജീവിക്കുക. നീ അതുകൊണ്ട് രക്ഷോടത്തിലടാ. അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയുന്നതാണ് അവനൊരിക്കലും രക്ഷോടത്തില്ല. കാരണം നിങ്ങൾ പ്രവചിക്കുക. മോനെ നീ നന്നായി പഠിക്കും കേട്ടോ. അല്ല, നീ ഗെയിം കളിച്ചാലും നന്നായി പഠിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിനക്ക് നല്ല ഭാവിയുണ്ട്. ദൈവം നിന്റെ മേലുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ട്. നീ ഒരു പുതിയ മനുഷ്യനായി മാറും. നിന്റെ ഭാവി സുരക്ഷിതമാണ് എന്ന് പ്രവചിക്കും. അതുപോലെ തന്നെ സംഭവിക്കും. അപ്പോൾ എന്ത് നിങ്ങൾ പറയുന്നു അതാണ് സംഭവിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ താടിക്ക് കൈ കൊടുത്തിരുന്നു കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവനും താടിക്ക് കൈ കൊടുക്കുന്നു. അതുകൊണ്ട് താടിയിൽ നിന്ന് കൈയൊക്കെ മാറ്റി ഒന്ന് കുറച്ച് ഉഷാറായി ഒന്ന് ദൈവത്തെ ഒന്ന് വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ മോനെ നീ പഠിക്കത്തില്ല, നീ നശിച്ചു പോകും, നിനക്ക് ഭാവിയില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ നിങ്ങൾ മോനെ നീ അനുഗ്രഹിക്കപ്പെട്ട
പ്രിയപ്പെട്ടവനാണ്, നീ നല്ലവനാണ്, നിന്റെ ഭാവി യേശുവിന്റെ കരങ്ങളിലാണ്, നിനക്ക് നല്ല ജോലി കിട്ടും, നിനക്ക് നല്ല സമൃദ്ധി ഉണ്ടാകും, അങ്ങനെ പറയും. ഓക്കെ, പിള്ളേരെല്ലാം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും, എടാ നിന്റെ ഒടുക്കത്തെ ഗെയിമുകളിൽ നീയും നിന്റെ ഗെയിമുകളിൽ മുടിഞ്ഞു നോക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ മനുഷ്യന്മാർ? അങ്ങനെയൊന്നും പറയരുത്. ഹല്ലേലൂയ. നീ പറയണം, നിങ്ങളിങ്ങനെ പറയണം, യേശുവിന്റെ നാമത്തിൽ നീ ഫോൺ അഡിക്ഷനിൽ നിന്നും മാറ്റപ്പെടും, നീ ദൈവത്തിന്റെ വചനം പഠിക്കും, നീ നിന്റെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകും. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നീ സംസാരിക്കുമ്പോൾ നീ ഒരു വ്യത്യസ്ത മനുഷ്യനായി മാറും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഈ അവസ്ഥയിൽ ഇരിക്കാൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പറഞ്ഞ നെഗറ്റീവ് പദങ്ങളുടെ ഉത്തരങ്ങളാണ് നിങ്ങൾ ഇന്ന് കിട്ടുന്നത്. ഒരു 10 പ്രാവശ്യം മുട്ടിന് വേദനയാന്ന് പറഞ്ഞു നോക്കി, എനിക്ക് നിങ്ങളുടെ വിടുതൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വിടുതൽ കാണാൻ പറ്റുമോ? കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടുന്ന വരുന്നത് എന്താണ്? സ്വീകരിക്കാത്തൊരു പൈസ സ്വീകരിക്കുക, പക്ഷെ അതിലൊക്കെ എത്രയോ വലുതാണ് പരിശുദ്ധാത്മാവിന്റെ സ്നാനം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സ്നാനം വന്നു കഴിഞ്ഞാൽ ജീവിതം മാറും. ടോട്ടൽ ചേഞ്ച്. അതായത് കള്ളൻ കക്കാതിരിക്കും, ഭാവി വിശുദ്ധനായി മാറും. ഹല്ലേലൂയ. സെനാഗർഷനൊരു ഭാവിയായിരുന്നു, കൊടുംഭാവിയായിരുന്നു. അദ്ദേഹം പരിശുദ്ധാത്മാവ് വന്നപ്പോൾ മാറ്റം സംഭവിച്ചു. അതുപോലെ ഫ്രാൻസിസ് അസിസി, അദ്ദേഹത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ മാറ്റം സംഭവിച്ചു. അതുകൊണ്ട് എല്ലാ പാപികളുടെയും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ മാറ്റം സംഭവിക്കും, അവനെ വിശുദ്ധനായി മാറ്റും. ഹല്ലേലൂയ. അപ്പം എത്ര പേര് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്നു? യെസ്. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ സ്നാനമാണ് എനിക്ക് വേണ്ടത്. ദൈവമേ, അങ്ങനെ സ്നാനപ്പെടുത്തണമേ. ഹല്ലേലൂയ. കടമാണോ? കടം മാറിപ്പോകട്ടെ എന്ന് പ്രവചിക്കുക, അവരുടെ ജീവനെ കൽപ്പിക്കുക. നിന്റെ അക്കൗണ്ടുകൾ പുനരാരംഭിക്കട്ടെ എന്ന് കൽപ്പിക്കുക, നിറയട്ടെ എന്ന് കൽപ്പിക്കുക, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ 5 വർഷം, അതായത് എനിക്ക് വൈദികനാകാൻ ഭയങ്കര താല്പര്യം ചെറുപ്പത്തിൽ. കാരണം എന്നതാ, അത് ജഡികമായ ആഗ്രഹമായി. കാരണം അവരുടുപ്പിട്ടൊക്കെ നടക്കുന്നു, ആൾക്കാർ ബഹുമാനിക്കുന്നു, ആൾക്കാരെ സംസാരിക്കാൻ പോകുന്നു, അപ്പോൾ ഭയങ്കര. അപ്പോൾ ഞാൻ കുഞ്ഞിലേ അല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഭാവിയിലാണെങ്കിൽ കോളറൊക്കെ ഇങ്ങനെ നടക്കാലോ, ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് ബഹുമാനിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഓടിപ്പോയി സെമിനാരിൽ ചേർന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ഇതിവിടെ ശരിയാവാറില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോകുന്നു. അപ്പോൾ കർത്താവ് എന്നെ വിട്ടില്ല. എൻ്റെ ഉള്ളിലൊരു കർത്താവ് എന്നെ ഇങ്ങനെ ടോർച്ചടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അബുദാബിയിൽ ജോലി ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു എൻകൗണ്ടർ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഈ പേഴ്സണലായിട്ട് എൻ്റെ റൂമിൽ വെച്ചു. അതിങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ചരിത്രമൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം. യൂട്യൂബ് ചാനൽ എന്ന് പറയാൻ നമ്മുടെ കാരീസ് ഗ്ലോബൽ, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണത്. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് വരാൻ സ്ഥലമുണ്ടോ? ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പൊസിഷൻ, ഒരാൾ വലിയ പ്രസിഡന്റ് ആയിരിക്കാം, ഒരാൾ ചിലപ്പോൾ അസിസ്റ്റന്റ് പ്രസിഡന്റ് ആയിരിക്കാം, ഒരാൾ ചിലപ്പോൾ തൂത്തുവായിരുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ തൂത്തുവായിരുന്ന വ്യക്തിയായിരിക്കും കർത്താവിനെ കണ്ട് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് അഭിഷേകം പ്രാപിച്ചവൻ. ഈ പ്രസിഡന്റിനേക്കാളും വൈസ് പ്രസിഡന്റിനേക്കാളും ഉന്നതൻ സ്വർഗത്തിൽ ഈ തൂത്തുവായിരുന്നവനായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടത് നിന്റെ ഹൃദയം മാത്രം മതി. ഹല്ലേലൂയ. നിന്റെ ഹൃദയമാണ് നോക്കേണ്ടത്, നിന്റെ ഹൃദയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ റിലീജിയസ് ആക്ട് ചെയ്ത് നടക്കാം, പക്ഷെ ഭക്തിയും ആത്മീയതയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഭക്തിയും ആത്മീയതയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ഭക്തി ചില ടൈമിങ്ങിന് വേണ്ടി മാത്രമേ ഉള്ളൂ. ഭക്തി മനസ്സിലായോ? പള്ളി വരുമ്പോൾ ഭയങ്കര ഭക്തിയാണ്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. പള്ളി ഒരു ഭയങ്കര ഭക്തിയാണ്. പള്ളി കഴിഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഓടാ മറ്റവനെ എന്ന് പറഞ്ഞത് നടക്കുന്നത് അല്ലേ? അടുവിന് ഭക്തിയുണ്ടോ? അതുകൊണ്ടാണ് ഭക്തി എന്ന് പറയുന്നത് ടൈമിംഗ് ആണ്. അത് ചില സീസണേ പറ്റുള്ളൂ. എന്നാൽ ആത്മീയത അങ്ങനെയല്ല. ആത്മീയത 24/7 24 മണിക്കൂറും വേണം. ഹല്ലേലൂയ. അതാണ് ആത്മീയൻ. ഹല്ലേലൂയ. അവൻ ജഡത്തിൽ സഞ്ചരിക്കുന്നില്ല, അവൻ ആത്മാവിൽ സഞ്ചരിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ മേൽ കടന്നു വന്നാൽ അവന്റെ കരങ്ങളിൽ ഏറ്റു നടക്കും. ഹല്ലേലൂയ. അപ്പോ എല്ലാവരും പറഞ്ഞേ, ഞാൻ കുറയണം, അവൻ വളരണം. ഇന്നിപ്പോ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നാലും ഞാൻ കൂളായിട്ട് പറയും. നിങ്ങളോട് ഞാൻ ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കുന്നില്ലേ, അതുപോലെ തന്നെ ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ഞാൻ അങ്ങനെ സംസാരിക്കും. എനിക്ക് യാതൊരു ഭയമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വന്നാൽ നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും. നീ ഒരു വ്യത്യസ്ത ആത്മീയ രാക്ഷസനായി മാറും. ഹല്ലേലൂയ. പത്രോസിന് കിട്ടിയ അനുഭവം. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത ഏതാണ്? പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത ഏതാണ്? അടുത്തിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത ഏതാണ്? പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത ഏതാണ്? ബെസ്റ്റ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് തോന്നും ആരും എന്റെ കൈ പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള റിയൽ ഫീലിംഗ് നിങ്ങൾക്കുണ്ടാവും. കാരണം അതാണ് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സമയത്ത് ഒരേ സമയത്ത് നടക്കാൻ പറ്റും. ഈ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്. ഹല്ലേലൂയ. ലോകം എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ട്. സൂര്യനിലും ചന്ദ്രനിലും പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ മറഞ്ഞിരിക്കാൻ നമുക്ക് ആവത്തില്ല. That is the Holy Spirit. ഞാൻ പറഞ്ഞു, ഭൂമിയിലെ സ്വർഗമാണ് പരിശുദ്ധാത്മാവ്. ഭൂമിയിലെ ഉറക്കെ പറയാം, ഭൂമിയിലെ സ്വർഗമാണ് പരിശുദ്ധാത്മാവ്. 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 ഹല്ലേലൂയ. 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 ആരെയാണ് ആശ്രയിക്കുന്നത്? ക്രിസ്തുവിനെ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുമ്പോൾ പിതാവായ ദൈവത്തെ ആശ്രയിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കണം, ഇത് മിസ്സാക്കരുത്. ഞാൻ ഇന്നലെ പറഞ്ഞു, നിങ്ങളുടെ അറിവാണ് നിങ്ങൾക്ക് വിടുതൽ തരുന്നത്. അറിവാണ് നിങ്ങൾക്ക് സമ്പത്ത് തരുന്നത്. അറിവാണ് നിങ്ങളെ സ്വതന്ത്രമാക്കുന്നത്. ഈ അറിവ് എവിടെ നിന്ന് വരുന്നു? സത്യത്തിൽ നിന്ന് വരുന്നു. സത്യം ആരാണ്? യേശുവാണ്. അപ്പോൾ ഈ സത്യമാണ് ദൈവത്തിന്റെ വചനം. ഉറക്കെ പറഞ്ഞു, സത്യമാണ് ദൈവത്തിന്റെ വചനം. സത്യമാണ് ദൈവത്തിന്റെ വചനം. ആ വചനമാണ് മാംസമായി നമ്മുടെ ഇടയിൽ പാർത്തത്. ആ വചനം തന്നെയാണ് ക്രിസ്തുവിന്റെ വചനവും. അപ്പൊ ക്രിസ്തുവിന്റെ വചനവും ക്രിസ്തുവിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോളെ തട്ടി പറഞ്ഞ് വായിക്കുന്നവനാണ്. ഹല്ലേലൂയ. നമ്മൾ പറയാം, യേശു ക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ. ബൈബിൾ പറയുന്നത് വേറെ ആരും മധ്യസ്ഥന്മാരല്ല, മധ്യസ്ഥകളല്ല. ഇത് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നത്. പക്ഷെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഇതാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഈ തിമോത്തിയുടെ ലേഖനത്തിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, പിതാവായ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. ആ മധ്യസ്ഥന്റെ മറ്റൊരു ഇംഗ്ലീഷ് പദമാണ് എന്ത്? റിഡീമർ അല്ലെങ്കിൽ സേവിയർ, രക്ഷകൻ. അപ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഒരു രക്ഷകനേ ഉള്ളൂ. അതാണ് അവിടെ പ്രതിപാദിക്കുന്നത്, ഏക മധ്യസ്ഥൻ. എന്നാൽ വിശുദ്ധന്മാരും പരിശുദ്ധ മാതാവെല്ലാം മധ്യസ്ഥന്മാരാണ്. പക്ഷേ അവർ രക്ഷിക്കുന്നവരല്ല, അവർ വിധിവിക്കുന്നവരല്ല, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ആ ഒരു മധ്യസ്ഥം വ്യത്യാസമുണ്ട്. മനസ്സിലായല്ലോ? അതാണ് മധ്യസ്ഥം വ്യത്യാസം. അപ്പോൾ പെന്തക്കോസ്തുകാർ സാധാരണ നിങ്ങളുടെ ഭവനങ്ങളിലൊക്കെ വന്നിട്ട് പറയും, യേശു മാത്രമേ ഉള്ളൂ മധ്യസ്ഥൻ, ഏക മധ്യസ്ഥൻ, മറ്റാരും മധ്യസ്ഥന്മാരല്ല. അവരുദ്ദേശിക്കുന്ന മധ്യസ്ഥൻ അവർക്ക് പോലും അറിഞ്ഞുകൂടാ. അവരുദ്ദേശിക്കുന്ന മധ്യസ്ഥൻ ഇങ്ങനെയായിരിക്കാം: ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയിൽ ഒരേ ഒരു രക്ഷകനേയുള്ളൂ. അവന്റെ പേരാണ്, കേട്ടില്ല 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 യേശു ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഏക മധ്യസ്ഥൻ. മറ്റേ മധ്യസ്ഥന്മാരെല്ലാവരും രക്ഷകന്മാരല്ല, അവരാണ് പ്രാർത്ഥന
പ്രാർത്ഥിക്കുന്നവര്, അതിനാണ് ഇന്റർസെസർ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു ശുശ്രൂഷയാണ് മധ്യസ്ഥം. അതായത് ഈ മധ്യസ്ഥം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രബോധിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് അനിലിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. മനസ്സിലായോ? അതാണ് മധ്യസ്ഥം. ഞാനും പരിശുദ്ധാത്മാവുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഒരേ വേദിയിൽ ഒരേ ഹൃദയത്തിൽ ഞങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇന്നത് പ്രാർത്ഥിക്കണം, ഇന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എന്നെ പ്രേരിപ്പിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവിനോട്. ഹല്ലേലൂയ. അതാണ് മധ്യസ്ഥൻ എന്ന് പറയുന്നത്. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും, പ്രാർത്ഥിക്കാൻ മടി പിടിച്ചിരിക്കുന്ന സമയത്തും, പ്രാർത്ഥിക്കാൻ അലസത തോന്നുമ്പോഴും പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രേരിപ്പിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ എപ്പോ തോന്നിയാലും അത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. ആ ഒരു സത്യമാണ് നിങ്ങളെ ഇന്ന് പഠിപ്പിക്കുന്നത്. എന്താ? സ്വഭാവ സത്യം. ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവും ഭാഷാപരവും എല്ലാ ഗിഫ്റ്റുകളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം അവനിൽ നിലനിൽക്കത്തില്ല. ആരായാലും ശരി, സ്വഭാവം, ദൈവത്തിന്റെ ക്യാരക്ടർ, യേശുവിന്റെ സ്വഭാവം അവനിൽ വരണം. എങ്കിൽ മാത്രമേ കിട്ടിയ, ചേച്ചിയെ കേൾക്കുന്നുണ്ടോ? കിട്ടിയ അഭിഷേകം നിലനിർത്തണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. കർത്താവിന്റെ സ്വഭാവം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. കർത്താവിന്റെ സ്വഭാവം നിങ്ങൾ കർത്താവിന്റെ സ്വഭാവം നിങ്ങൾ കർത്താവിന്റെ സ്വഭാവം നിങ്ങൾ കർത്താവിന്റെ സ്വഭാവം നിങ്ങൾ അതാണ് കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി, ദൈവാത്മാവിന്റെ ശക്തി. അതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. 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 ഒരു പാട്ട് പാടി കർത്താവ്. സ്വഭാവം ബലപ്പെടണമെങ്കിൽ നീ അവന്റെ സ്വഭാവം പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. അതായത് ഗലാത്യ ലേഖനത്തിന്റെ 5:22-23 പെട്ടെന്ന് വായിച്ചു. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ സ്വഭാവങ്ങൾ സ്നേഹം, സ്നേഹമാണ്, ആനന്ദം. ആരോടെങ്കിലും വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കണം. അപ്പോൾ എന്ത് ചെയ്തു? സ്നേഹത്തിനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? ഹലോ, മനസ്സിലായോ? മനസ്സിലായോ? സി, നമുക്ക് വെറുപ്പ് തോന്നുമ്പോഴാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, സ്നേഹിക്കാൻ. അവിടെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. ഈ ഒരു സ്നേഹത്തിന് ബലം പറയണമെങ്കിൽ വെറുപ്പിന്റെ സമയത്ത് സ്നേഹത്തെ പ്രാക്ടീസ് ചെയ്യണം. അവിടെയാണ് യേശുവിന്റെ ക്യാരക്ടർ നമ്മളിൽ ബലപ്പെടുന്നത്. അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ. രണ്ടാമത് വെച്ച് ആനന്ദം. നിന്റെ ദൈവമാണ്, ആ ദൈവത്തിൽ നീ ആശ്രയിക്കുക. ആ ദൈവത്തിൽ നീ ചിന്തിച്ചാൽ സമാധാനത്തിന്റെ ആത്മാവ് നിന്നിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. നിങ്ങൾ പാനിക്കാകാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്നതിന് പകരം സമാധാനം നിങ്ങൾ ആസ്വദിക്കണം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നു, എന്നാൽ സമാധാനം നിങ്ങളിൽ ഞാൻ നൽകുന്നു. പ്രൈസ് ഗോഡ്. സമാധാനം നിങ്ങളിലേക്ക് നൽകുന്നു. അപ്പോൾ കൈവിടാത്ത സമാധാനം. പ്രശ്നങ്ങൾ വരുമ്പോൾ സമാധാനത്തിൽ നിങ്ങളെ ഹൃദയത്തിൽ ഇരിക്കുക. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഹൃദയത്തിൽ നിങ്ങൾ ചലിക്കാതെ നിൽക്കുക. ഹൃദയത്തിൽ നിങ്ങൾ വ്യാകുലപ്പെടാതെ നിൽക്കുക. അപ്പോൾ സമാധാനം ആ നിന്റെ വ്യാകുലതയെ കീഴ്പ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ധ്യാന സെന്ററിൽ വന്നിട്ട് നിങ്ങൾക്ക് ദേഷ്യം തോന്നിയോ? സത്യം പറഞ്ഞു, ആർക്കെങ്കിലും ദേഷ്യം തോന്നിയോ? എന്തോ? എല്ലാരും വീൽ ചെയറിലിരിക്കുന്നു. കാല് വയ്യാത്തവര്, കൈ വയ്യാത്തവര്, സംസാരിക്കാൻ പറ്റത്തില്ലാത്തവര്, ചെവി കേൾക്കാൻ പറ്റത്തില്ലാത്തവര്. അവിടെ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തു. ഒരു മനുഷ്യൻ ചെവി കേൾക്കത്തില്ല. വന്നു കഴിഞ്ഞപ്പോൾ ചെവി കേൾക്കത്തില്ല. അവിടെ യൂട്യൂബ് ചാനൽ കിടന്നു. ചെവി ഒരു തുള്ളി കേൾക്കത്തില്ല, ഒരു ലേശം പോലെ. കൈ അടിച്ചു നോക്കി, ഹലോ പറഞ്ഞു നോക്കി, പേരെന്താണെന്ന് പറഞ്ഞു നോക്കി, ഒരു രക്ഷയും.
പ്രാർത്ഥിക്കുന്ന സമയത്ത് ചെവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവൻ ചെവി കേട്ടു. ഹല്ലേലൂയ. നമ്മുടെ യൂട്യൂബ് ചാനലുകളുണ്ട്, പൂർണ്ണമായിട്ടും സഹോദരനെ ചെവി കേട്ടു. ഇയർ ഡ്രം ഇല്ലെങ്കിൽ ഇയർ ഡ്രം സൃഷ്ടിച്ചു കൊടുക്കുന്നവനാണ് ദൈവം. ഹൃദയത്തിന്റെ വാൽവ് ഇല്ലെങ്കിൽ ഹൃദയത്തിന്റെ വാൽവ് വെച്ചു കൊടുക്കുന്നവനാണ്, പുതിയ ഹൃദയത്തിന്റെ വാൽവ് കൊടുക്കുന്നവനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതായത് യൂറോപ്പില് ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റ കാലിൽ മുടന്തി ഒരാൾ വരുന്നു. സ്ട്രെച്ചറുണ്ട്, ഒരു കാലില്ല, കുറിച്ച് കളഞ്ഞു. ഓക്കെ, ആളിങ്ങനെ കയറി വരുന്നു. ഏറ്റവും ലാസ്റ്റ് ചെന്നപ്പോൾ ഈ ശുശ്രൂഷിക്കുന്ന ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, നീ ഷൂ കടയിൽ പോയി 2 ഷൂ നിനക്ക് വേണ്ടി വാങ്ങുക, നീ അത് ധരിക്കുക. കേട്ടാ ചിരി തോന്നും അല്ലേ? ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? കാലില്ല, ഒരു കാലില്ല. ആ വ്യക്തിയോട് സുവിശേഷകൻ പറയുകയാണ്, നീ കടയിൽ പോയി, ഷൂ കടയിൽ പോയി 2 ഷൂ മേടിച്ച് നിനക്ക് നിന്റെ കാലിലിടാൻ. അത് കേട്ട വാതി കേൾക്കാത്ത വാതി ആ മനുഷ്യൻ വിശ്വസിച്ച് മുടന്തി കടയിൽ പോയി, ഷൂ കടയിൽ പോയി അവിടെ ഇരുന്നു. എന്നിട്ട് അദ്ദേഹം കടക്കാരനോട് പറഞ്ഞു, എനിക്ക് ഷൂ വേണം. കടക്കാരൻ ചോദിച്ചു, ഒരു കാലവും ഏത് ഷൂവാ വേണ്ടത്? ഒരു ഷൂ പോരെ? പറ്റില്ല, 2 ഷൂ വേണം. അദ്ദേഹം വന്നു, അതിൻ്റെ കാലിൽ ഇട്ടു നോക്കി, ആകാവാം. 2ാമത്തെ കാലിൽ അദ്ദേഹം വിശ്വാസത്താൽ ആ ഷൂ ധരിക്കാൻ തുടങ്ങിയപ്പോൾ കാല് വളർന്നു വന്നു. ജീവിക്കുന്ന സാക്ഷ്യമാണ് പറയുന്നത്, ജീവിക്കുന്ന സാക്ഷ്യം. ഇല്ലായ്മയിൽ നിന്നും ഉളവാക്കിയവനാണ് ദൈവം. വെളിച്ചമില്ലായിരുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വെളിച്ചമുണ്ടായി. ഭൂമിയില്ലായിരുന്നു, ഭൂമിയെ സൃഷ്ടിച്ചു ദൈവം. മനുഷ്യനില്ലായിരുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചു. മൃഗങ്ങളില്ലായിരുന്നു, മൃഗങ്ങളെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ദൈവം, നമ്മുടെ ഉള്ളിലുള്ള ദൈവം സംതിങ് സ്പെഷ്യലാണ്. ഹല്ലേലൂയ. അതൊരു വെറൈറ്റിയാണ്. ഹല്ലേലൂയ. അത് സംതിങ് ഗ്രേറ്റ് ആണ്. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ലാത്ത അത്ര ഭയങ്കരമായ ദൈവമാണ് നമ്മുടെ. ഹല്ലേലൂയ. പേരെന്താ?